ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റെൻസിൽ ഡിസൈനിങ് ആണ്. തുണിയിൽ എങ്ങനെ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ച് സ്റ്റെൻസിൽ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. OHB ഷീറ്റ് അല്ലെങ്കിൽ എക്സ്റേ ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഒരു കോട്ടൺ തുണി, ഡിസൈനുകൾ, ഒരു കത്രിക, CD മാർക്കർ, ബ്രഷ്, ഒരു പേപ്പർ കട്ടർ, ഫാബ്രിക് പെയിന്റ്, ഒരു ഡിഷ്, വെള്ളം, സ്പോഞ്ച്, ഒരു കോട്ടൺ വേസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്റ്റെൻസിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യം. നമുക്കിനി സ്റ്റെൻസിൽ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നുള്ളത് നോക്കാം. നമുക്ക് OHB ഷീറ്റിൽ ഡിസൈൻ വരച്ചെടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവര് ഇതുപോലെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു ബോർഡിന്റെ മീതെ വെച്ചിട്ട് വേണം വർക്കുകളൊക്കെ ചെയ്യാനായിട്ട്. ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പെൻസിൽ കട്ട് ചെയ്യാൻ നേരത്ത് എപ്പോഴും ഇതുപോലെ ചെറിയ പേപ്പർ കട്ടറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ മൂർച്ച കുറയുന്നതനുസരിച്ച് നമ്മൾക്കിത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമുക്കിത് സാവധാനത്തിൽ കട്ട് ചെയ്യാം. സ്റ്റെൻസിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയിൽ ഫാബ്രിക് പെയിന്റ് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ നീളത്തിലൊരു തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ചതുരത്തിൽ മുറിച്ചെടുക്കാം. ഡിസൈൻ ചെയ്യുമ്പോൾ എളുപ്പത്തിനായിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം. ചെറിയ തുണികളിൽ ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത്. ഇതുപോലെ മടക്കിയിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അടയാളങ്ങൾ നല്ല രീതിയിൽ കിട്ടും. ഇനി ഇതിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് സെന്റർ പോർഷനും
കോർണർ ഭാഗങ്ങളും അരിക് മടക്കി തയ്ക്കാനുള്ള വശങ്ങളും നമുക്ക് നല്ല എളുപ്പത്തിൽ കിട്ടും. ഇനി ഇതിൽ നമ്മൾ സ്റ്റെൻസിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ നമുക്ക് സ്പോഞ്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഡിസൈൻ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് സ്പോഞ്ചിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സ്റ്റെൻസിൽ നന്നായിട്ട് അമർത്തി പിടിക്കണം. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഡിസൈൻ ചെയ്യുമ്പോൾ ഫാബ്രിക്കിന്റെ കളറ് ലൈറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ അതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല തിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് കൂടുതൽ യൂസ് ചെയ്യണം. ഈ സ്റ്റെൻസിൽ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് കളറ് ഡിസൈനാണ് കിട്ടുന്നത്. നമ്മൾ തുണിയിൽ ഡിസൈൻ ചെയ്ത സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് വേണം അതിന്റെ മീതെ തുണി വിരിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിന്റെ മീതെ വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഡിസൈനുകൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ സ്റ്റെൻസിലിന്റെ എണ്ണം കൂടുതൽ എടുക്കണം. ഒരു സ്റ്റെൻസിൽ വെച്ച് തന്നെ നമുക്ക് അധികം ഡിസൈനുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 2-3 ഡിസൈനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് സ്റ്റെൻസിൽ മാറ്റി നോക്കാം. നമ്മൾ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടും ഡാർക്ക് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ലീഫ് തന്നെ ഡബിൾ ഷെയ്ഡിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലീഫിന്റെ പകുതി കളർ മാത്രമേ ആദ്യം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതെല്ലാം ഒരു റൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത കളർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാവർക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു വർക്കുമായി കാണാം. അതുവരേക്കും ബൈ.